കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷനും നടനുമായ വിജയ് ഇന്ന് CBIക്ക് മുന്നിൽ ഹാജരാകും. ഡൽഹി CBI ഓഫീസിലാണ് അദ്ദേഹം ഹാജരാകുക. ഇന്ന് രാവിലെ 11 മണിയോടെ അദ്ദേഹം ഓഫീസിലെത്തും. വിജയ് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടു. അദ്ദേഹം ചാർട്ടർ ചെയ്തൊരു വിമാനത്തിലാണ് പോകുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഡൽഹിയിൽ നിന്ന് അച്യുതൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അച്യുതൻ. കൂടുതൽ വിവരങ്ങൾ എന്താണ്? കനത്ത സുരക്ഷ വേണം എന്ന് TVK പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? ഡൽഹി പോലൊരു സ്ഥലത്ത് അല്ലെങ്കിൽ തന്നെ സുരക്ഷയുള്ള സ്ഥലമാണല്ലോ ഡൽഹി. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27 കരൂർ ദുരന്തമുണ്ടാകുന്നത്. തിക്കിലും തിരക്കിലുംപ്പെട്ട 41 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. തുടർന്നാണ് സംസ്ഥാന സർക്കാർ അവിടെ ഒരു SIT അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ അതിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് TVK ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയാണ് ഈ CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. തുടർന്നാണ് CBI ഈ അന്വേഷണം ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം വിജയ് റാലിക്കായി ഉപയോഗിച്ച വാഹനം പിടിച്ചെടുക്കുകയും അതോടൊടുവിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു. അതിനു മുൻപ് തന്നെ CBI ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യലിനായി വിവരങ്ങൾ തേടുന്നതിനായി വിജയ്ക്ക് സമൻസും അയച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് വിജയ് ഇന്ന് ഡൽഹിയിലെത്തുക. ചെന്നൈയിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട്. പ്രൈവറ്റ് ജെറ്റിലായിരിക്കും ഡൽഹിയിലെത്തുക. ഏതാണ്ട് 9:30 ഡൽഹി വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് ഹോട്ടൽ മൗര്യയിലായിരിക്കും എയർപോർട്ടിൽ നിന്ന് ചെല്ലുക. അതിനുശേഷം അവിടെ നിന്നായിരിക്കും CBI ആസ്ഥാനത്തേക്ക് ഏതാണ്ട് 11-നും 11:30 ഇടയിൽ CBI ആസ്ഥാനത്ത് എത്തും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ TVK ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ എയർപോർട്ട് മുതൽ CBI ആസ്ഥാനം വരെ ഡൽഹി പോലീസ് സുരക്ഷ ഒരുക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. പൊതുവെ വിജയ് പങ്കെടുക്കുന്ന വേദികളിൽ അസാധാരണമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക TVKക്കുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഡൽഹി പോലീസിന്റെ സുരക്ഷ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായും ആവശ്യത്തിന് ഡൽഹി പോലീസ് സുരക്ഷ ഒരുക്കുക തന്നെ ചെയ്യും. 2 ദിവസം ഡൽഹിയിൽ വിജയ് ഉണ്ടാകും. അതായത് നാളെ രാത്രിയോട് കൂടിയായിരിക്കും വിജയ് ഇവിടെ നിന്ന് തിരിച്ച് ചെന്നൈയിലേക്ക് മടങ്ങുക. ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ദിവസങ്ങൾ ചോദ്യം ചെയ്യേണ്ടി വരികയോ അങ്ങനെ ഏതെങ്കിലും സാഹചര്യം ഉണ്ടാവുകയോ എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടാണ് വിജയ് 2 ദിവസം ഡൽഹിയിൽ തുടരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് 11:30 ഹാജരാവുകയും ഈ വിഷയത്തിൽ CBI വിജയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ ജനനായകൻ കേസുമായി ആ സിനിമയുമായി ബന്ധപ്പെട്ടും ഇന്ന് നൽകിയ പ്രൊഡ്യൂസർ നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ മെൻഷൻ ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ വിജയെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഏറെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.